നമസ്കാരം. പ്രേമരാജൻ മുന്നാട്. അപ്പോൾ 2 ദിവസത്തെ വാർത്ത, അർജുൻ നായങ്കിയെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വന്നു. വാർത്തകൾ കേൾക്കാൻ ഭയങ്കര രസമാണ്. തളിപ്പറമ്പിൽ വന്നു, അവിടെ നിന്ന് അപ്പുറം പോയി, അവിടെ നിന്ന് ഇപ്പുറം പോയി, അങ്ങനെ വട്ടമിട്ടു പറന്നു, അങ്ങനെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ ഒരു ഡ്രാമ മാത്രമാണ്, ഒരു കളി മാത്രമാണ്. പണ്ട് നമ്മൾ ഈ കണ്ണു പൊത്തിയിട്ട് എണ്ണിക്കളിക്കും, എന്നിട്ട് സാറ്റ് കളിക്കുമല്ലോ, നിന്നെ കണ്ട് സാറ്റ്, ഇനി നീ എണ്ണ, ഇനി ഞാൻ കളിക്കാം എന്ന് പറഞ്ഞ പോലെ പോലീസും കള്ളനും കളി കളിച്ചു എന്നല്ലാണ്ട് ഇതിനപ്പുറം പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഒറ്റിക്കൊടുത്തു എന്ന് വിശ്വസിക്കാൻ അല്പം പ്രയാസം എനിക്കുണ്ട്. രഹസ്യമായ ഒരു അജ്ഞാതൻ 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ പാരിതോഷികം അയാൾ 1 ലക്ഷം കൊടുത്തിനോ, അയാൾ ആർക്കാണ് കൊടുത്തത്, ഏതാണ് അജ്ഞാതൻ? പണ്ട് ഉസ്മാൻ്റെ കഥ പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. കോവിഡിൻ്റെ സമയത്ത് ഉസ്മാനെ വിളിച്ച പോലത്തെ അവസ്ഥയാണ്. എന്താ ആളെ വെളിപ്പെടുത്താൻ പറ്റാത്തത്? ഇത് സംഭവം വേറൊന്നുമല്ല. അർജുനായെങ്കിൽ പണ്ട് സിദ്ദിഖിനെ പിടിക്കാൻ, PP ദിവ്യയെ പിടിക്കാൻ, ഇവരെയൊക്കെ പിടിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. ED ആക്രമണത്തിൽ കേസിലെ പ്രതികളെ പിടിച്ചപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പോലീസിൻ്റെ ഭാഷ്യം പിടിച്ചു. ഇപ്പോൾ അർജുനായെങ്കിയെ പിടിച്ചപ്പോൾ പോലീസ് പറഞ്ഞത് നമ്മൾ ഫ്ലാറ്റിലേക്ക് പോയി, അപ്പോൾ അവർ തർക്കമുണ്ടായി, അയാൾ ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഓടിച്ചിട്ട് പിടിച്ചു എന്നാണ്. പച്ച നുണയല്ലേ? കാരണം ഇന്നലെ പോലീസാണ് ആരാന്നറിയില്ല, ഒരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. ഫ്ലാറ്റിലേക്ക് പോകുന്നു, ഫ്ലാറ്റിൽ നിന്ന് ഒരാൾ പുറത്തു വരുന്നു, അകത്തേക്ക് പോകുന്നു, അവിടെ ഒരു സീനും കാണുന്നില്ല. പിന്നെ അങ്ങനെ ഓടിച്ചിട്ടാണ് പിടിച്ചതെങ്കിൽ ആ ഓടിച്ചിട്ട ദൃശ്യം ഒന്ന് പുറത്തു വിടണ്ടേ? അതൊന്ന് കാണിക്കണ്ടേ? അർജുനായെങ്കിൽ ഓടിച്ചു പിടിക്കുന്നത്. ഇത് കൃത്യമായിട്ട് വക്കീലിൻ്റെ ബുദ്ധിയിൽ, അദ്ദേഹത്തിൻ്റെ തൊഴിൽ അദ്ദേഹം വളരെ ആത്മാർത്ഥമായി ചെയ്തു. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ അദ്ദേഹം വന്നു, പോലീസിനോട് പറഞ്ഞു. അത് ഒരു തരത്തിൽ കീഴടങ്ങലാണ്. പക്ഷേ പോലീസിൻ്റെ മാനം രക്ഷിക്കാൻ, സർക്കാരിൻ്റെ മാനം രക്ഷിക്കാൻ, അതിലുപരി കോടതിയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും നീതി കുറച്ച് എന്താ പറയേണ്ടത്, ഇളവ് കിട്ടാൻ വേണ്ടി അദ്ദേഹം ഇവിടെ വന്നു, വക്കീലിൻ്റെ അടുത്ത് പോയി, നേരെ കീഴടങ്ങി. ഇത്രയും എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. കാരണം പുറത്ത് നിന്ന് ഇങ്ങനെ ഒളിച്ച് കളിച്ചാൽ കാലാകാലം ഒളിവിൽ കഴിയേണ്ടി വരും. അതേസ്ഥാനത്ത് വേഗം പോയിന്ന് അറസ്റ്റ് വരിച്ചാൽ, പോലീസിന് പിടികൊടുത്താൽ, പിന്നെ വേഗത്തിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാം. വക്കീലിൻ്റെ ബുദ്ധിയുണ്ട്, ക്രിമിനൽ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ബുദ്ധിയുണ്ടല്ലോ. അതുകൊണ്ടല്ലാതെ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ നമ്പർ 1 പോലീസ് തന്നെ, ഒരു സംശയമില്ല. ബംഗാൾദേശിൽ പോയിട്ട് ആളെ പിടിച്ചിട്ടുണ്ട്. ഇരിക്കൂർ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് 25 വർഷത്തിന് ശേഷം ഒരുത്തനെ പിലാത്രയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. പിടിക്കാം, പക്ഷെ ചിലത് കണ്ടിട്ടും കാണാതെ പോലെ പോവും. ചിലത് കാണൂല, ചിലത് കാണും. അത്രയേ ഉള്ളൂ. ഇതിപ്പം കണ്ണൂർ വരെ എത്താനുള്ള അവസരം കൊടുത്തു. പോലീസിന് വേണമായിരുന്നെങ്കിൽ തൃശ്ശൂർ, മലപ്പുറം ജില്ല കഴിയുന്നതിന് മുന്നേ പിടിക്കാമായിരുന്നു. പക്ഷേ നോക്കണം, ഈ കേരളത്തിൽ ഈ പോലീസിൻ്റെ നടുവിലാണ് പറയുന്നത് തളിപ്പറമ്പിൽ പോയി, അവിടുന്ന് ഇങ്ങോട്ട് വന്നു, അങ്ങ് പോയി എന്നൊക്കെ. എന്താ അവസ്ഥ? പോലീസ് അപ്പോഴെന്താ? എന്നിട്ട് രാത്രി വക്കീലിൻ്റെ ഇവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷക്കാരൻ ഒറ്റ കൊടുത്തിട്ട് പോയി പിടിച്ചു വന്നു. വിശ്വസിക്കാൻ നല്ലതാണ്. പക്ഷെ ഇത് എന്താ പറയേണ്ടത്, പോലീസ് പറയുന്നത് നമ്മൾ വിശ്വസിക്കാം. പിന്നെ പറഞ്ഞത് കമൻ്റ് അടിച്ച ആളുകളെയും പോലീസിനെ ഭീഷണിപ്പെടുത്തതാണ് പ്രശ്നം. അത് പെൻഷൻ വാങ്ങി ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതെന്താണെന്നുള്ളത് ആയെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും അത് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, നിയമത്തോടുള്ള വെല്ലുവിളിയാണെന്ന് പറഞ്ഞു. അർജുൻ ആയെങ്കിൽ മാത്രമാണോ ഇവിടെ പോലീസിനെ വെല്ലുവിളിച്ചത്? ഈ അടുത്ത ദിവസം ഒരു കോളേജിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ടൗണിൽ വെച്ച് പോലീസിനെ മർദ്ദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഓരോരുത്തരും പ്രതിഷേധപ്രകടനത്തിൻ്റെയും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും എന്തെല്ലാം കൊല്ലുമെന്നും കൊത്തുമെന്നും വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ചെറുപ്പക്കാരനെ നന്നാകാൻ വിടില്ല. പിന്നെ ഇത്തരം ആളുകളെ ഒരു കാലഘട്ടത്തിൽ കൊണ്ടു നടന്ന് തോളിൽ കൈയിട്ട് നടന്ന് അവർ ഈ നിലയിലേക്ക് മാറിയപ്പോൾ അവരെ തള്ളിപ്പറയും. ഇത് ഞാനും നിങ്ങളൊക്കെ ആലോചിക്കേണ്ട. നാളെ നമ്മൾ ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഇപ്പോൾ ഓരോരുത്തർ ഭീഷണിപ്പെടുത്തുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ ചിന്തിക്കേണ്ടത് ഈ ഭീഷണിയൊക്കെ പെടുത്തുമ്പോൾ ഇതുപോലെ ഒരു പ്രയാസത്തിൽ പെട്ട് കഴിഞ്ഞാൽ അവസാനം തള്ളിയങ്ങ് പറയും. അത്രയേ ഉള്ളൂ. അങ്ങനെ എത്രയോ യുവാക്കളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് ആ അങ്കി ധരിച്ചവനും ആകാശവും.
അപ്പം അതുകൊണ്ട് പോലീസ് ഓടിച്ചിട്ട് പിടിച്ചു. പിന്നെ ലൈക്ക് അടിച്ച കമൻറ്റ്, ഈ അഭിപ്രായ സ്വാതന്ത്ര്യവും അംഗീകാരം, അദ്ദേഹം പറഞ്ഞതിന് അഭിപ്രായ സ്വാതന്ത്ര്യം അംഗീകരിക്കാൻ പിന്നെ ഇതൊക്കെ ഈ നാട്ടിൽ നഷ്ടപ്പെട്ടോ? അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ മനുഷ്യന്? ഒരു ലൈക്ക് അടിച്ചാൽ അപ്പോൾ അയാളുടെ പേരിൽ കേസെടുക്കലാണോ? സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഇട്ടു, അത് ലൈക്ക് അടിച്ചു, അവരുടെ പേരിൽ കേസെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല സന്ദേശമല്ല. TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തത് എന്താ പറയുക, അഭിനന്ദനാർഹമാണ്. അതുപോലെ തന്നെ ഇന്നലെ കാസർഗോഡ് സവർക്കറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യപേപ്പർ തയ്യാറാക്കി അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതും. പക്ഷേ പോലീസ് പറയുന്നത് വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ട്. ഇത് നോക്കണം, അർജുനായെങ്കിയെ കണ്ണൂരേക്ക് വന്നു, കണ്ണൂർ വരെ വരാൻ പണ്ട് കെ സുരേന്ദ്രൻ തിരുവനന്തപുരം വരെ കോവിഡിൻ്റെ സമയത്ത് യാത്ര ചെയ്ത് പോയിട്ടുണ്ട്. ഒരു പോലീസും കേസ് കൊടുത്തിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ നമുക്ക് ജില്ലക്ക് പുറത്ത് പോകാൻ, ഹോസ്പിറ്റലിൽ പോലും പോകാൻ അനുവാദമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. പോലീസ് കാണാഞ്ഞിട്ടാണോ? സകല സ്ഥലത്തും ചെക്കിംഗ് ആണ്, ചെക്കിംഗ് ഇല്ലാതെ റോഡില്ല. പക്ഷേ അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട്. എന്നതുപോലെ എറണാകുളത്തു നിന്നായാലും തൃശ്ശൂരിൽ നിന്നായാലും അർജുനായെങ്കിയെ കണ്ണൂരെത്താനും കാർ ഉപേക്ഷിക്കാനും എല്ലാത്തിനുമുള്ള സംവിധാനം മൗനാനുവാദം നൽകി. ഒടുവിൽ വക്കീലിൻ്റെ അവിടെ ചെന്നു, അങ്ങനെ പിന്നെ പോലീസിന് കൈമാറി. അത് അറസ്റ്റ് ചെയ്ത ഇപ്പം ദിവ്യയെ പിടിച്ചു എന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ED ആക്രമണ കേസിൽ ഓഫീസിൻ്റെ അകത്തുനിന്ന് ആ പ്രതി ഇറങ്ങി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു വേറൊരു സ്ഥലത്തു നിന്ന് പിടിച്ചതാണെന്ന്. ഈ പോലീസ് ഭാഷയും നമ്മൾ പലതവണ കണ്ടതാണ്. ആ പോലീസ് അങ്ങനെ പറയും. അപ്പോൾ അതേപോലെ ഇപ്പം അർജുനായെങ്കിൽ കണ്ണൂർ വന്നു, സുരക്ഷിതമായി കണ്ണൂരെ അറസ്റ്റ് ചെയ്തു. പിന്നെ ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമോനെ ഒരാപത്തും പറ്റാതെ, കണ്ണാടി ചില്ല് കൊണ്ട് നടക്കുന്നവരെ ഒരു പോറലും പറ്റാതെ സുഖസുന്ദരമായി. ഇനി പോലീസ് കസ്റ്റഡിയിലേക്കാണ് വാങ്ങുക. പോലീസ് കസ്റ്റഡി വാങ്ങിയാൽ അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതേസ്ഥാനത്ത് എറണാകുളത്തു നിന്നോ തൃശ്ശൂരിൽ നിന്നോ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പോലീസ് അദ്ദേഹത്തെ പെരുമാറും. അപ്പോൾ അതുകൊണ്ട് എന്താ പറയേണ്ടത്, നല്ല നിലയിൽ കെയർ ചെയ്തു, കൈകാര്യം ചെയ്തു എന്നല്ലാതെ പോലീസ് ഓടിച്ചിട്ട് പിടിച്ചതോ അല്ലെങ്കിൽ ഓരോ ഓട്ടോറിക്ഷക്കാരനും അങ്ങനെ ധൈര്യപ്പെട്ട്, പ്രത്യേകിച്ച് രാത്രി വണ്ടി എടുക്കുന്ന ഒരു ഓട്ടോറിക്ഷക്കാരനും, ഇതൊക്കെ ഓരോരുത്തരുടെ മൗനാനുവാദത്തോടു കൂടി അർജുനായെങ്കിൽ സമ്മതിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ വക്കീലോ ആയെങ്കിൽ സമ്മതിച്ചിട്ടാണ് ഓട്ടോറിക്ഷക്കാരൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവുക. അല്ലാതെ ഒന്നും ഒരു ഓട്ടോറിക്ഷക്കാരനും തൻ്റെ ജീവൻ പണയം വെച്ചിട്ട് ഇത്തരം പരിപാടിക്ക് നിൽക്കുമെന്നില്ല, അത്ര തോന്നുന്നില്ല. പോട്ടെ, അദ്ദേഹത്തിന് പിന്നെ മെഡൽ കൊടുക്കണം, അംഗീകാരം കൊടുക്കണം, ലക്ഷങ്ങൾ കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. കാരണം വീരപ്പനെയല്ലേ പിടിച്ചിട്ടുള്ളത്. വെറുതെ ഓരോ ആൾക്ക് കിലേരി അച്ചു എന്ന് പറഞ്ഞ സിനിമ കാണിച്ച പോലെ വലിയ ഇത് കൊടുക്കലാന്ന്, കുഴപ്പമില്ല. പക്ഷേ ഓട്ടോറിക്ഷക്കാരൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ ആയെങ്കിൽ അറിയാൻ പറ്റുമല്ലോ ആരാണെന്ന്. അയാൾ പുറത്തിറങ്ങിയാൽ പുറത്ത് വിടുമല്ലോ. അപ്പോൾ 1 ലക്ഷം റുപ്യ കൊടുക്കുമെന്ന് പറയും. ഇതൊക്കെ ഒരു ഡ്രാമ മാത്രമാണ്. ഓരോ ചാനലിലെ വാർത്തകൾ കാണുമ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ജനങ്ങൾ വിഡ്ഢികളല്ല എന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ.